Dear students, +2 ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ചാപ്റ്റർ 5 ആണ്. കഴിഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ്, അതാണ് കഴിഞ്ഞ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ NCERT ടെസ്റ്റ് സ്റ്റുഡിയോ ഒന്ന് എടുത്ത് വെച്ച് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ബയോടെക്നോളജി, ആസ് യു വുഡ് ഹാവ് ലേൺഡ് ഫ്രം ദി പ്രീവിയസ് ചാപ്റ്റർ, essentially deals with the industrial scale production of biopharmaceuticals and biologicals using genetically modified microbes, fungi, plants and animals. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ എന്താണ് ബയോടെക്നോളജി ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ പ്രൊഡക്ഷൻ ഓഫ് ബയോഫാർമസ്യൂട്ടിക്കൽസിന് ഉപയോഗിക്കുന്നു. അതുപോലെ ബയോളജിക്കൽസിനും ഉപയോഗിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ, ബയോഫാർമസ്യൂട്ടിക്കൽസിനും അതുപോലെ ബയോളജിക്കൽസും അങ്ങനെയുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അവിടെ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൈക്രോബ്സിനെ, മൈക്രോ ഓർഗാനിസംസിനെ, ഫംഗസിനെ, അതുപോലെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇവയ്ക്ക് ഉപയോഗിച്ച് നമ്മൾ ബയോഫാർമസ്യൂട്ടിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ സ്കെയിലായിട്ട്. അത് വാണിജ്യാടിസ്ഥാനത്തിൽ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾസാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി. The important applications of biotechnology are therapeutics, diagnostics, genetically modified crops for agriculture, and then processed foods, bioremediation, energy production. നമുക്കിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇത് ഓരോന്നും എന്താണെന്നുള്ളത്. എന്താണ് തിയറപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് തിയറപ്റ്റിക്? നിങ്ങൾ തിയറപ്റ്റിക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺഡ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ് ആൻഡ് ദ ആക്ഷൻ ഓഫ് റെമഡിയൽ ഏജൻസ്. അതാണ് തിയറപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ബയോടെക്നോളജിയിൽ ബയോടെക്നോളജി തിയറപ്റ്റിക്സിൻ്റെ അതിൻ്റെ അകത്തുള്ള യൂസ് എന്ന് പറഞ്ഞാൽ ഓഫ് ദ ക്യൂറിങ് ഓഫ് ഡിസീസസ്, അസുഖങ്ങളെ ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബയോടെക്നോളജിയുടെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് നമ്മൾ പ്രിൻസിപ്പിൾസ് ബയോടെക്നോളജി അപ്ലൈഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മാർക്കറ്റ് ചെയ്യുന്ന ഫോർമുലേഷൻ, ബയോ പ്രോഡക്ട്സ്, ഇവയ്ക്ക് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ്, നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസൊക്കെ ഉപയോഗിച്ചാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇങ്ങനെ ഡ്രഗ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി അല്ലേ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മോർ ഇഫക്റ്റീവായ പ്രോട്ടീൻ ബേസ് ചെയ്ത ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ നമ്മൾ ഫാസ്റ്റ് ആക്ടിങ് ഇൻസുലിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള ഇൻസുലിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഡയഗ്നോസിസ് ചെയ്യുക. നമുക്കറിയാം എന്താ ഡിസീസിനെയൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഡയഗ്നോസിസ് പ്രോസസ്സിന് ബയോടെക്നോളജി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഫോർ അഗ്രികൾച്ചർ. നമുക്ക് കൃഷിക്ക് വേണ്ടി ജനിതകപരമായ മാറ്റങ്ങൾ വരുത്തിയ ക്രോപ്സ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോസസ്ഡ് ഫുഡ്, നിങ്ങൾക്ക് അറിയാവുന്ന. നെക്സ്റ്റ് ബയോറെമഡിയേഷൻ. എന്താ ബയോറെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ? It is a waste management technique that involves the use of organisms to remove pollutants. നമ്മൾ ഓർഗാനിസത്തിനെ യൂസ് ചെയ്ത് പൊള്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് ദ എനർജി പ്രൊഡക്ഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ 3 critical research areas of biotechnology are. ബയോടെക്നോളജിയുടെ റിസർച്ച് ഏരിയാസ്. ഫസ്റ്റ് വൺ, providing the best catalyst in the form of improved organism, usually a microbe or pure enzyme. അതായത് ഒരു ബെസ്റ്റ് കാറ്റലിസ്റ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുക ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗാനിസം, യൂഷ്വലി എ മൈക്രോബ് ഓർ എ പ്യൂർ എൻസൈം.
അത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത ഒരു ഓർഗാനിസം, ഇമ്പ്രൂവ്മെൻ്റ് ആയ ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റങ്ങൾ വരുത്തിയ ഒരു ഓർഗാനിസം, ഒരു മൈക്രോബ് അല്ലെങ്കിൽ ഒരു പ്യുവർ എൻസൈം അതിനെ ഉപയോഗിച്ച് എന്തൊരു ബെസ്റ്റ് കാറ്റലിസ്റ്റിനെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള അതും ഇതിൻ്റെ ഒരു 3 ക്രിറ്റിക്കൽ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജിയിൽ വരുന്നതാണ്. രണ്ടാമത്തെ എന്താണ്, ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് ത്രൂ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഫോർ എ കാറ്റലിസ്റ്റ് ടു ആക്ട്. അതായത് ഒരു ഒപ്റ്റിമൽ കണ്ടീഷൻസ് എഞ്ചിനീയറിംഗ് എന്താ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻസൈമിന് അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന് ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഒപ്റ്റിമം കണ്ടീഷൻ. നമുക്കറിയാം ഒപ്റ്റിമം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻസൈമോ കാറ്റലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന് ആക്ട് ചെയ്യാനായിട്ട് ഒരു ടെമ്പറേച്ചർ, ഒരു കണ്ടീഷൻസ് ആവശ്യമാണ്. അതിൻ്റെ ആ കണ്ടീഷൻ ടെമ്പറേച്ചറിൻ്റെ ഒക്കെ ബിലോ ആയാലും അതിൻ്റെ എബോവ് ഒക്കെ ആയാലും അതിൻ്റെ ആക്ടിങ് അത്ര ശരിയാകുകയില്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ളത് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ്, ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ടെക്നോളജീസ് ടു പ്യൂരിഫൈ ദ പ്രോട്ടീൻ ഓർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്, അതിൻ്റെ ആ ടെക്നോളജീസ് ടു പ്യൂരിഫൈ ദ പ്രോട്ടീൻ ഓർ ഓർഗാനിക് കോമ്പൗണ്ട്സിനെയോ പ്രോട്ടീനെയോ പ്യൂരിഫൈ ചെയ്യാനുള്ള ആ ടെക്നോളജീസ്. അപ്പം നിങ്ങൾ ഇത് ഓർത്തിരിക്കുക, ദ 3 ക്രിറ്റിക്കൽ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജിയുടെ 3 ക്രിറ്റിക്കൽ റിസർച്ച് ഏരിയാസ് ആണ്. ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ form of improved organism, usually a microbe or pure enzyme. Second one, catalyst. Third one, optimum conditions. Then last one is the third one is the downstream processing technologies. Next, biotechnological applications in agriculture. നമുക്ക് ഇനി അഗ്രികൾച്ചറിൽ എന്തൊക്കെയാണ് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us take the look of 3 options that can be thought for increasing food production. അതായത് നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള 3 ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. നമുക്കറിയാം ആഗ്രോ കെമിക്കൽസ് യൂസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തൊരു അഗ്രികൾച്ചർ. Then second one is the organic agriculture. Then third one is the genetically engineered crop based agriculture. ഇവിടെ നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ, പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ആഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. ഓർഗാനിക് ആയിട്ടുള്ളത് ഓർഗാനിക് അഗ്രികൾച്ചർ, അതുപോലെ ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. നെക്സ്റ്റ്, ഗ്രീൻ റവല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ദ ഗ്രീൻ റവല്യൂഷൻ സക്സീഡിങ് ഇൻ ട്രിപ്ലിംഗ് ദ ഫുഡ് സപ്ലൈ, ബട്ട് യെറ്റ് ഇറ്റ് വാസ് നോട്ട് എനഫ് ടു ഫീഡ് ദ ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ. നമ്മൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹരിത വിപ്ലവം. അപ്പോൾ അത് എന്തിനാണ് ഈ ഫുഡ് പ്രൊഡക്ഷൻ 3 ഇരട്ടിയാക്കുന്നതിന്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഗ്രീൻ റവല്യൂഷൻ വിജയിച്ചിരുന്നു. പക്ഷേ എന്തായിരുന്നു, ഇറ്റ് വാസ് നോട്ട് ഇനഫ് ടു ഫീഡ് ദ ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ. പക്ഷേ അത് എന്തിന് മതിയാകാതെ വന്നു. നമുക്കറിയാം ഹ്യൂമൻ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യന് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയാതെ വന്നു. Increased yields have partly been due to the use of improved crop varieties, but mainly due to the use of better managed practices and use of agrochemicals. The increased yield have partly been due to the use of improved crop varieties. ഇവിടെ ഈ വിളവ് വർദ്ധിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്രോപ്പ് വെറൈറ്റീസ് യൂസ് ചെയ്ത പോലെ, ബട്ട് മെയിൻലി ഡ്യൂ ടു ദ യൂസ് ഓഫ് ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. അപ്പോൾ അതിൽ മെയിനായിട്ടും അതിൻ്റെ കാരണം എന്തായിരുന്നു, നല്ല മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, കൃഷിരീതികൾ പുതിയതായിട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ളതല്ലാതെയുള്ള കൃഷിരീതികൾ നമ്മൾ ഉപയോഗിച്ചതും, അതുപോലെ യൂസ് ഓഫ് ആഗ്രോ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ നമ്മൾ ഇത് ഓർത്തിരിക്കുക. നമ്മൾ അതിൻ്റെ ഒരു പോയിൻറ്റ്സ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഫുഡ് സപ്ലൈ ഗ്രീൻ റവല്യൂഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഫുഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺസ് ആയിട്ട് നമുക്ക് പറയാവുന്നതൊക്കെയാണ് ഏതൊക്കെ. യൂസ് ഓഫ് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റീസ്, യൂസ് ഓഫ് ആഗ്രോ കെമിക്കൽസ്, യൂസ് ഓഫ് ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്.
Next, agrochemicals are expensive for farmers in developing, and further increase in yield with the existing varieties are not possible using conventional breeding. However, for farmers in the developing world, agrochemicals are often too expensive. ഇപ്പോൾ ഡെവലപ്പിംഗ് വേൾഡിലാണെങ്കിൽ agrochemicals too expensive ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒരു എന്താ ഫുഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു ദ യൂസ് ഓഫ് ആഗ്രോകെമിക്കൽസ്. പക്ഷെ അത് നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലെ കർഷകർക്ക് എന്താ ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സും അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ധാരാളം അത് എക്സ്പെൻസീവ് ആണ്. ദെൻ ആൻഡ് ഫർദർ ഇൻക്രീസ് ഇൻ ഈൽഡ് വിത്ത് എക്സിസ്റ്റിംഗ് വെറൈറ്റീസ് ആർ നോട്ട് പോസിബിൾ യൂസിങ് കൺവെൻഷണൽ ബ്രീഡിങ്. അപ്പോൾ അതല്ലാതെയുള്ള ആ ഒരു ഈൽഡിൻ്റെ ഉൽപാദനം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന വെറൈറ്റീസ് ഉപയോഗിച്ച് കൺവെൻഷണൽ ബ്രീഡിംഗ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അത്ര ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം agrochemicalsന് വേറൊരു സൈഡ് ഇഫക്റ്റ് കൂടിയുണ്ട്. agrochemicals have very harmful effects on environment. Therefore genetically modified crops were developed. ഇപ്പോൾ agrochemicals എൻവയൺമെൻറ്റിന് ഹാംഫുൾ ആണ്. നമ്മൾക്കറിയാം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, സോയിലിൻ്റെ സ്ട്രക്ചർ മാറാറുണ്ട്. അതുപോലെ നമ്മൾ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്താൽ അത് നമുക്ക് പ്ലാന്റ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ആ ഒരു ഏരിയയിൽ ജീവിക്കുന്ന ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും വരെ അത് ഹാംഫുൾ ആകാറുണ്ട്. The next, plants, bacteria, fungi and animals whose genes have been altered by manipulation are called genetically modified organism. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മളിങ്ങനെ agrochemicals യൂസ് ചെയ്താലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് യൂസ് ചെയ്യുന്നതാണ് ഈ ഉള്ള സൊല്യൂഷൻസിനൊക്കെ നമുക്ക് സൊല്യൂഷൻസൊക്കെ ക്ലിയർ ചെയ്യാനുള്ളൊരു മാർഗം. ഇപ്പം അങ്ങനെ നമുക്ക് എൻവയോൺമെൻറ്റ് പൊള്യൂഷൻ ആകുകയില്ല, അതുപോലെ ഫാർമേഴ്സിന് ഒത്തിരി എക്സ്പെൻസീവ് ആകാത്ത വിധത്തിലൊക്കെയുള്ള. അപ്പം അങ്ങനെയാണ് നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിലോട്ട് നമ്മൾ പോയത്. അപ്പോൾ അവിടെ എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ GMO എന്താണ് നമുക്ക് നോക്കാം. Plants, bacteria, fungi and animals whose genes have been altered by manipulation are called genetically modified organisms. Plants, bacteria, fungus, animals. അപ്പോൾ അവയുടെ ജീൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അതായത് സ്കിൽഫുള്ളി നല്ല അതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ നടത്തിയ സയൻറ്റിസ്റ്റ് ലാബിൽ അതിൻ്റെ ചേഞ്ച് ചെയ്യുന്ന ജീൻസ് ചേഞ്ച് ചെയ്ത് പുതിയൊരു ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഒരു ഷോർട്ട് ഫോം കൂടെ ഓർത്തിരിക്കുക, GMO എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണ്. നെക്സ്റ്റ്, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എന്താണൊക്കെ നോക്കാം. Genetically modified organisms or genetically modified plants have been useful in many ways. Then the first one is made crops for more tolerant to abiotic stresses called drought, salt and heat. അതായത് നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ക്രോപ്സിനെ കൂടുതൽ ടോളറൻ്റ് ആക്കും. അത് നമ്മൾ ഇങ്ങനെയൊരു ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവയ്ക്ക് കൂടുതൽ ടോളറൻസ് കിട്ടും. അബയോട്ടിക് സ്ട്രെസ്സസ് ആയ കോൾഡ്, ഡ്രോട്ട്, സോൾട്ട്, ഹീറ്റ്. സെക്കൻഡ് വൺ, റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. നമ്മളിവിടെ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അതായത് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്സ് ആണെങ്കിൽ അവയ്ക്ക് നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്. നെക്സ്റ്റ് റെഡ്യൂസ് ടു പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. എന്താണ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിളവെടുക്കുന്നതിന് മുമ്പുള്ള ആ നഷ്ടം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അതിനുള്ള ഒരു ടോളറൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് GMO പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്
this prevents nearly exhaustion of fertility of soil. അതായത് നമുക്ക് പ്ലാന്റ്സിൻ്റെ മിനറൽ യൂസേജിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പ്ലാന്റ്സിൻ്റെ ആ മിനറൽസിനെയൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ, മിനറൽസ് കിട്ടാതെ വന്നാൽ പ്ലാന്റ്സ് നമുക്കറിയാം അതിൻ്റെ ഒരു അപജയം അല്ലെങ്കിൽ അവയ്ക്ക് ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ ഗ്രോത്തിനെ ബാധിക്കും. ഇവിടെ നമ്മൾക്ക് ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന് മിനറൽസ് യൂസ് ചെയ്യാനുള്ള എഫിഷ്യൻസി കൂടുതലായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു മിനറൽ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും പ്ലാന്റ്സിന് കാണുകയില്ല. ദെൻ എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്സ്, എക്സാമ്പിൾ വൈറ്റമിൻ എൻറിച്ച്ഡ് റൈസ്. അതുപോലെ നമുക്ക് ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ്, ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോർമലി കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ അതുകൂടാതെ വൈറ്റമിൻ എ കൂടിയുള്ള റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് വഴി ഉപയോഗിക്കുകയാണെങ്കിൽ. Next, in addition to these uses, genetically modified organisms has been used to create tailor-made plants to supply alternative resources to industries. അതായത് ക്രിയേഷൻ ഓഫ് tailor-made plants, അതായത് ഓൾട്ടർനേറ്റീവ് റിസോഴ്സ് ആയിട്ട് സ്റ്റാർച്ചോ അതുപോലെ ഫ്യൂവൽസ്, ഇൻഡസ്ട്രീസിലുള്ള ഫാർമസ്യൂട്ടിക്കൽ, ഇതിന് പകരമായിട്ട് ഉള്ള tailor-made പ്ലാന്റ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കൂടിയുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് മൈറ്റ് കോസ് അലർജി ആൻഡ് അതർ റിയാക്ഷൻസ്. അതിനൊരു സാധ്യതയുണ്ട്. നമ്മളിവിടെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് അത് അലർജി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, റെസിസ്റ്റൻസ് ജീൻസ് ട്രാൻസ്ഫേർഡ് ബൈ pollen to the weeds may also become resistant to pest. അതായത് നമ്മൾ പോളൻ ഗ്രെയിൻസ് വഴി റെസിസ്റ്റൻറ്റ് ജീൻസ് ട്രാൻസ്ഫർ ചെയ്തത് അത് വീഡ്സിലൊക്കെ കളകളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ കളകൾക്ക് കൂടി എന്തിനെ റെസിസ്റ്റൻ്റ് ചെയ്യാനുള്ള, പെസ്റ്റിനെ റെസിസ്റ്റൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. ഇപ്പം നമ്മളിവിടെ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്, ആ പ്ലാന്റ്സിനെ കീടങ്ങളൊന്നും ആക്രമിക്കുകയില്ല, അതിന് സ്വയം അവയ്ക്ക് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് പോളൻ ഗ്രെയിൻസ് വഴി അത് ഏതെങ്കിലുമൊക്കെ കളകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ കളകൾക്കും അല്ലെങ്കിൽ ആ കാടുകൾക്കും എന്തിനുള്ള റെസിസ്റ്റൻ്റ് ഉണ്ടാകുന്നു, കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകുന്നു. അപ്പോൾ അത് നമ്മൾ കൃഷിയിടങ്ങളിൽ വളരുന്ന സസ്യങ്ങളോടൊപ്പം തന്നെ പെസ്റ്റിനെ റെസിസ്റ്റൻ്റ് ചെയ്യുന്ന കളകൾ കൂടി വളരാനുള്ളൊരു സാധ്യത ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ട്രാൻസ്ജനിക് ഫുഡ് ക്യാൻ ബി പിക്ക്ഡ് അപ്പ് ബൈ ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ ഗട്ട്സ്. ഇപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജനിക് ഫുഡിൻ്റെ കാര്യം നമ്മൾ പഠിച്ചപ്പോൾ അതിലേക്കുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ അകത്തുള്ള ബാക്ടീരിയ അതിനെ പിക്ക് ചെയ്തിട്ട് അതിനെ പാത്തജനായിട്ട് മാറ്റാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ആണ് പഠിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.